ചട്ടി ചോറ് തൈര് സാദം ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തൊരു ഗംഭീരമായ സാധനം. ഭയങ്കര ടേസ്റ്റാണ്. മലയാളികളായ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് നമ്മൾ തണുത്ത ചോറ് അങ്ങനത്തെ ചോറൊന്നും വേണ്ട, സാധാരണ നമ്മൾ ഊറ്റിയെടുത്ത ചോറാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കയ്പ്പക്ക കൊണ്ടാട്ടുണ്ട്. അതായത് അത്ര വല്ലാണ്ട് മൂക്കാത്ത കയ്പ്പക്കായ അങ്ങനെ വട്ടത്തിലരിഞ്ഞത് നമുക്ക് വേണം. ആദ്യം തന്നെ ചോറ് നമ്മൾ അവിടെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇഞ്ചി കുനുകുനുകുന്നെ അരിഞ്ഞത്, പച്ചമുളക് ഒരു 4-5 എണ്ണം അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് പഞ്ചസാര, ഇതെല്ലാം ഇട്ടിട്ട് ചേർത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് വെക്കണം. കുറച്ച് നേരം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഊറും, ഇതൊന്ന് തളരും. പിന്നെ അതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ കടലമാവ് ഇടുക. പിന്നെ അരിപ്പൊടിയിൽ വറുത്ത അരിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇടുക. എന്നിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ വല്ലാണ്ട് കോട്ടിങ് പാടില്ല, ഒരു ചെറിയൊരു ടൈപ്പ് കോട്ടിങ് ആയിട്ട് അതാണ്ട് പൊത്തി വയ്ക്കുക. അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഒരു പുതിയ ചട്ടി എടുത്ത്, പുതിയ ചട്ടിയിലും പഴയ ചട്ടിയിലും കുഴപ്പമില്ല, അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചോറിടുക. ചോറിട്ടിട്ട് പിന്നെ അതിലേക്ക് സബോളയില്ലേ കുനുകുനുകുന്നെ അരിഞ്ഞത് സബോള 2 ഇട്ടുണ്ട്. പിന്നെ ഇഞ്ചി കുനുകുന്നെ അരിഞ്ഞ് ഇത്തിരി ഇടുക. പിന്നെ ഇത്തിരി പച്ചമുളക് ഇട്ടാൽ അതിനെ വട്ടത്തിലരിഞ്ഞത്. പിന്നെ നല്ല കട്ടി തൈര് നമുക്ക് ആവശ്യം ചേർക്കാം. കുറച്ച് ഉപ്പ്, ഒരു സ്വല്പം പഞ്ചസാര ഇട്ട് ചേർത്തിട്ട് ഇതാണ്ട് മിക്സ് ചെയ്യുക. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കൈ കൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. പക്ഷേ അത് നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തിരുമ്മാം. അല്ലെങ്കിൽ നമ്മൾ വേറെ ആളും കൂടി കഴിക്കണമെങ്കിൽ നമ്മൾ ടീസ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ വേപ്പിലയും കൊണ്ട് പിച്ച് നുറുക്കിയിടുക. മിക്സ് ചെയ്താണ്ട് അതാണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതൊന്ന് കാച്ചണം. അതിലേക്ക് കുനുകുനെ അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയില്ലേ അതിട്ടിടുക. പിന്നെ വറ്റൽമുളക് ഇടുക, പെട്ടെന്ന് മൂക്കും അത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് ഇങ്ങോട്ട് നമുക്ക് മൂത്ത് കഴിഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം അരിക്കേണ്ടി ഇടുക കേട്ടോ. ഇനി ഇതിലേക്ക് കോമ്പിനേഷൻ നമ്മുടെ കയ്പ്പക്കായ കൊണ്ടാടാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ചീഞ്ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കയ്പ്പക്കായ ഇങ്ങോട്ട് വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ മുന്നേ മാറ്റി വെച്ചിട്ടുള്ള കയ്പ്പക്കായ ഇങ്ങോട്ട് വറുത്തെടുക്കണം. ഈ കയ്പ്പക്കായ വറുത്തത് നമുക്ക് ചായക്കും കഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. കയ്പ്പ് എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് ഇതിലുണ്ടാവില്ല. അവിടെ വറുത്താണ്ട് കോരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതും ചോറും കൂട്ടിയിട്ടാണ്ട് പിടയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കാച്ചിട്ടില്ലേ അതൊന്ന് കൈ കൊണ്ട് തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയും, ഇത് മുളകും കാര്യങ്ങളൊക്കെ പൊടിയും. എന്നിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് വീണ്ടും ഇളക്കിയിട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചട്ടി ചോറ് തൈര് സാദമായിട്ടാണ്. നമ്മൾ സാധാരണ പോലെ ഭക്ഷണം കഴിക്കുക എന്നുള്ള കടമയാണ് നമുക്കുള്ളത്. ഇത് ഒരു തലയ്ക്കിൽ നമ്മുടെ കയ്പ്പക്കായ കൊണ്ടാട്ടം വയ്ക്കുക, എന്നിട്ട് വാരി വാരി തിന്നാം. നമ്മൾ ഒരു പ്രത്യേക ലോകത്തിലേക്ക് എത്തിച്ചേരും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആരും തന്നെ ഈ പാചകത്തിനെ തള്ളി പറയില്ല കേട്ടോ. അത്രയും ഗംഭീര സാധനമാണ്.